ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. ഹായ് ഹലോ വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റുമായി ജോയിൻ ചെയ്തിരിക്കുന്നത് RJ അനാമികയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ആളുകൾക്ക് അവരുടെ ടാലന്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ടും അതുവഴി സിനിമയിലേക്കും മറ്റ് കലാപരമായിട്ടുള്ള മേഖലകളിലേക്കും അവസരം കണ്ടെത്താനുമുള്ള ഒരു മികച്ച വേദിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെ മനോഹരമായ പാട്ടുകൾ പാടി വൈറലായിട്ടുള്ള സിംഗർ അമൽ രാജ് ആണ് ഇന്നത്തെ ചാറ്റ് ഷോയിൽ എന്റെ കൂടെ ഉള്ളത്. ഒത്തിരി സ്നേഹത്തോടെ അമൽ രാജിനെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അമൽ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? അമലിന്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരുന്നു. കൺകൾ ഏതോ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പാട്ടിന്റെ അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിക് കമ്പോസേഴ്സ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു മൂവിയിൽ ആക്ട് ചെയ്തിട്ടുള്ള സിദ്ധാർത്ഥും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹൗ ഡു യു ഫീൽ ദാറ്റ് മൊമെന്റ്? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കൺകളേതോ സോങ് ഞാൻ റീൽ ചെയ്തതില് ആദ്യത്തെ എനിക്ക് മില്യൺ വരുന്നത് ആ പാട്ടായിരുന്നു. ആക്ച്വലി ഞാനത് മഹാരാജാസില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ ഒരു ദിവസം എക്സാമിന്റെ ഇടയിലാണ് ബ്രേക്ക് വന്ന ഒരു ഡേ ആഫ്റ്റർനൂൺ ചുമ്മാ എന്റെ ഒരു ഫ്രണ്ടാണ് ഷൂട്ട് ചെയ്ത് തന്നത്. ഹോസ്റ്റലിൽ തന്നെ നമ്മുടെ ഹോസ്റ്റലിനകത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത പാട്ടായിരുന്നു. ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ അതൊരു റീച്ച് വരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത് പെട്ടെന്ന് വിചാരിക്കാതെ കയറി പോവുകയും ഈ പറഞ്ഞ ഒരു മില്യൺ അടിച്ചു. നമ്മുടെ ദിബുനിരൻ തോമസ്, സിദ്ധാർത്ഥ് അവരൊക്കെ കമന്റ് ചെയ്തു. അങ്ങനെ അതൊട്ടും വിചാരിക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമൽ, നമ്മള് ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണെങ്കിലും പാട്ട് പാടുന്ന വീഡിയോ ആണെങ്കിലും അതിന്റെ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിക്ക് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പലപ്പോഴും പറയാറുണ്ട് വീഡിയോയുടെ ക്വാളിറ്റി കൊള്ളില്ലെങ്കിൽ ആ വീഡിയോ കാണാനായിട്ടൊരു ഭംഗിയില്ല, അല്ലെങ്കിൽ ആ ഒരു പാട്ട് പാടുന്നത് കാണാനായിട്ട് ഒരു ഭംഗിയില്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ അമലിന്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോ വീഡിയോ ക്വാളിറ്റിക്ക് അപ്പുറം ഓഡിയോ ക്വാളിറ്റി ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ക്വാളിറ്റിക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യാറുണ്ട്. അത്രയും അധികം ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ലയിച്ചിരിക്കുന്ന തരത്തിലാണ് ഓരോ പാട്ടുകളും അമൽ പാടാറുള്ളത്. അപ്പോ അമലിനെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ ക്വാളിറ്റിക്ക് ഒപ്പം തന്നെ നിൽക്കണോ ഈ വീഡിയോ ക്വാളിറ്റി? എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് എന്താണോ അത് മാക്സിമം നന്നായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ ക്വാളിറ്റി വീഡിയോ ആയാലും ഡാൻസ് ആയാലും എന്ത് ചെയ്യുമ്പോഴായാലും അത് ഏറ്റവും ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ഏറ്റവും നന്നായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് വിഷ്വലി ഇമ്പയർഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി എനിക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ പാട്ടുകളുടെ ഓഡിയോ ക്വാളിറ്റിയിലാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോ വീഡിയോ ക്വാളിറ്റി പറ്റുന്നത്ര നന്നാക്കും. അതിന് പുറമെ എനിക്ക് എന്താണോ പാട്ടിൽ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ അമൽ, ഇനി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു സിനിമയിൽ ഒരു പാട്ട് പാടണമെങ്കിൽ കുറേയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിടുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ പാട്ടുകളൊക്കെ പാടി ഒരുപാട് ആൾക്കാർ ആ ഒരു പാട്ടുകൾ പാടി ഇൻസ്റ്റഗ്രാമിലൂടെ സിനിമയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അമൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഈ എന്താ പറയാ, കാലഘട്ടം മാറുമ്പോഴുള്ള വ്യത്യാസം തന്നെയാണ്. പണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് അറിഞ്ഞിരുന്നില്ല. മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളായാലും മെയിൻ സ്ട്രീം പറയുമ്പോൾ നന്നായിട്ട് പാടാൻ കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ പറയുന്ന രീതിയിലേക്ക് അറിയപ്പെടാനോ അതിനൊന്നും ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ എന്താണോ നമ്മുടെ കഴിവ് അത് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പണ്ടത്തേലും ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്. നല്ല കാര്യമാണ്. ഓക്കെ അമൽ, ഇനി കൺകൾ ഏതോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ലിസണേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പാടാമോ? ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. அடி ஒவ்வொரு பொழுதும் உன அப்படி நான் ரசிச்சேன். உயிர் கொல்லுது நினப்பு கண்மணியே. ஓ, ஒரு 1000 வானவில்ல உன் பூவிழி காட்டுதடி. அத சட்டுன்னு நீ மறைச்சா நான் என்ன செய்வ புள்ள. கண்கள் ஏதோ தேட களவாட நெஞ்சம் தானே பாட பறந்தோட
ഐവ. താങ്ക് യു. നല്ല രസമായിട്ട് പാടിട്ടോ. ശരിക്കും ആ ഒരു ഒറിജിനൽ ട്രാക്ക് കേട്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും അമൽ, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പാട്ട് പാടിയിടാറുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു ശൈലിയുണ്ട് പാട്ട് പാടുന്ന രീതിയിൽ. സോ അവരിൽ നിന്നും അമൽ രാജിനെ ഡിഫറെന്റ് ആക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു എലമെന്റ് എന്തായിരിക്കും? എനിക്ക് എന്റെ വീഡിയോസിൽ വരുന്ന കമന്റ്സ് ആയാലും അല്ലാതെ പേഴ്സണലി മെസ്സേജ് വരുമല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, അങ്ങനെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നിയത് കുറെ പേർക്ക് ഇപ്പോഴും സംശയമാണ് ഇത് ഒറിജിനലില് ലിപ്സിങ്ക് ചെയ്യുന്നതാണോ. ഈവൻ കരോക്കെ യൂസ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് നമ്മളിപ്പോ ഈ കൺകളേതുമായാലും അങ്ങനെ ചുമ്മാ ഇരുന്ന് പാടുന്ന പാട്ടുകളിൽ വരെ അത് ഒറിജിനൽ ആണ്, അതിന്റെ ട്രാക്ക് കളഞ്ഞിട്ട് ലിപ്സിങ്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ഒറിജിനലുമായിട്ട് ഭയങ്കര സിമിലർ ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭാഷകൾ, ഇപ്പോ തമിഴ് ഞാൻ അത്യാവശ്യം പാടും, ഹിന്ദി ഒരുപാട് പാടിയിട്ടില്ലെങ്കിൽ പോലും അവിടെയൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ആ ഭാഷ സംസാരിക്കുന്ന ആളാണ്. ഇപ്പൊ തമിഴ് പാടുന്ന സമയത്ത് ഒരു തമിഴ് ആയിട്ടുള്ള ആളാണെന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. പിന്നെ സംസാരിച്ചില്ലെങ്കിൽ റിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മലയാളിയാണെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിൽ ഭയങ്കരമായിട്ട് അത്ഭുതം, അങ്ങനെയൊക്കെ നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വ്യത്യാസം തോന്നിയിട്ടില്ല. ഓക്കെ, തോന്നിയിട്ടില്ല. അപ്പോ അമലിന് കൂടുതലും തമിഴ് പാടാനായിട്ടാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ? അങ്ങനെയല്ല, തമിഴ് സോങ്സ് ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതിലേക്ക് ഞാൻ കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണ്, സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ മദർ ടങ് മലയാളമാണ്. എന്നാലും തമിഴ് സോങ്സ് എല്ലാ പാട്ടുകളും അല്ല, ചില സോങ്ങുകളൊക്കെ എനിക്ക് പാടാൻ അത്രേ ഉള്ളൂ, ഒരു ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേൾക്കുമ്പോൾ. ഇപ്പോ അമൽ, നമ്മള് ഇൻസ്റ്റഗ്രാമില് പാട്ട് പാടിയിടുന്ന സമയത്ത് ആ ഒരു പാട്ടിന്റെ താഴെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് വരാറുണ്ട്, നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. അത് ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോ നെഗറ്റീവ് കമന്റ്സിനെ അമൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നെഗറ്റീവ് കമന്റ്സ് എനിക്ക് ഇതുവരെ അത്രയ്ക്ക് വന്നിട്ടില്ല. പിന്നെ ചില ആളുകൾ ഈ പറഞ്ഞതുമാതിരി എന്താണ് വീഡിയോ ക്വാളിറ്റി അത്ര കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്താ പറയാ ഒറിജിനലിന് ലിപ്സിങ്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, വന്നിട്ടില്ല. ഇപ്പോ അമല് പഠിക്കുകയാണോ ചെയ്യുന്നത്? അതെ, ഞാൻ BEd ചെയ്യാണ്. ഇപ്പൊ BEd ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, അപ്പോ കോളേജിലുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മള് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയപ്പോലെ അവര് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവരാണ് വീഡിയോസ് എടുത്തു തരുന്നത് അല്ലേ? ഫ്രണ്ട്സ് എടുത്തു തരാറുണ്ട്, പിന്നെ അമ്മ, എല്ലാരും എടുത്തു തരാറുണ്ട്. അവര് വീഡിയോസ് എടുത്തു തരുന്ന സമയത്ത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാറുണ്ടോ? ഇപ്പൊ കുറച്ചുകൂടെ വീഡിയോ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫോണിൽ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടോ? അത് പറയാറൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നോട് കുറച്ചുപേരൊക്കെ ചോദിച്ചത് കുറച്ചുകൂടെ നല്ല ഒരു ഇതിൽ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ നന്നാവും, സ്റ്റുഡിയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഐഫോണിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നാവില്ലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലവര് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യണം, കേട്ട് ഒരു ഇതാവുമ്പോഴേക്കും വീഡിയോ തീർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ കാരണങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞ കുഴപ്പമില്ല, ഓക്കെ നീ എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് അങ്ങനെയും പറയും. സജഷൻസ് ഒക്കെ പറയാറുണ്ട്, എല്ലാരും പറയാറുണ്ട്. ഓക്കെ, അപ്പോ ചെറുപ്പം മുതലേ അമലിന് പാട്ടിനോട് ഇഷ്ടമുണ്ടായിരുന്നു? ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റേജിലൊക്കെ കയറി പാടാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു സ്കൂൾ ടൈം, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് അതിനുശേഷമൊക്കെയാണ് ഞാൻ അങ്ങനെ പാടി തുടങ്ങിയത്. ഓക്കെ, ആരായിരുന്നു ഗുരു? ഗുരു എന്ന് പറയാൻ എന്താ പറയാ, ഞാൻ ഒരുപാട് ആളുകളുടെ കീഴിൽ പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് അങ്ങനെ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അത് ബ്രേക്ക് വന്ന് അങ്ങനെയൊക്കെ മൊത്തം ഞാൻ പോയ ക്ലാസ്സുകളൊക്കെ എല്ലാം കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ 1 വർഷം പോലും പോയിട്ടില്ല. ഞാൻ അത്ര പോലും പഠിച്ചിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് അത്ര പോലും ഞാൻ പോയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. അതാണ്. പക്ഷേ ഭയങ്കര മനോഹരമായിട്ടാണ് അമൽ ഓരോ പാട്ടും പാടാറുള്ളത്. ശരിക്കും ആ ഒരു ഒറിജിനൽ ട്രാക്ക് കേൾക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോഴും തോന്നാറുള്ളത്. ഈ ഒരു പാട്ട് ഇത്രയും അധികം പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ഫീലേ നമുക്ക് തോന്നാറില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. മാക്സിമം പറ്റുന്നത്ര നന്നാക്കാൻ നോക്കുന്നതേ ഉള്ളൂ. അമൽ ഏത് ഏജ് തൊട്ടാണ് പാട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? പാട്ട് ഞാനൊരു 8ാം ക്ലാസ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ആക്ച്വലി പ്രോപ്പർ ആയിട്ട് ഒരു ഗുരുവിന്റെ കീഴെ ദക്ഷിണയൊക്കെ വെച്ച് കയറുന്നത്. ആ സമയത്തായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th വരെ ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു പഠിച്ചത്. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടൊരു ക്ലാസ്സിന് പോകാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല, വീട്ടിലേക്കൊക്കെ വരുന്നതൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ക്ലാസ്സിന് ചേർന്നു, മലയാള കലാനിലയം. അവിടെ ഒരു രാഹുൽ സാർ ആയിരുന്നു നമ്മുടെ മ്യൂസിക്, അവിടെ ചേർന്നു. ഞാൻ വോക്കല് വയലിൻ അതുപോലെ ചേർന്നായിരുന്നു രണ്ടും. പക്ഷെ കുറച്ച് നാള് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു ആക്സിഡന്റ് കിട്ടി. ഞാൻ വീണിട്ട് എന്റെ കൈ ചെറിയൊരു ഫ്രാക്ചർ ഒക്കെ പറ്റി. അപ്പോൾ വയലിൻ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ബോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയൊരു നോട്ടൊക്കെ മിസ്സായി, കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അത് നിർത്തേണ്ടി വന്നു. കൂട്ടത്തിൽ തന്നെ വോക്കലും സ്റ്റോപ്പായി. പിന്നെ 10ാം ക്ലാസ് അങ്ങനെയൊക്കെ ഏതാണ്ട് ആവാറായി. 9ാം ക്ലാസ് ഒക്കെ എത്തി. അവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒന്നൊക്കെ ആയിരിക്കും, സാറ്റർഡേ 1 മണിക്കൂർ കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും ക്ലാസ്. അതാ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ ആയാലും 1 വർഷം ഉണ്ടാവില്ല. ഇപ്പോ നമ്മള് ഒരു പാട്ട് പാടുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട്. ഇപ്പോ പല തരത്തിലുള്ള പാട്ടുകളുണ്ട്, മെലഡി ഉണ്ട്, പലതരത്തിലുള്ള പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാട്ടുകൾ പാടാനായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അമല് ചെയ്യാറുള്ളത് പൊതുവെ? പ്രിപ്പറേഷൻസ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ട് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. കേട്ടാലേ പാടാൻ
പാടാൻ പറ്റും എന്നുള്ളതാണല്ലോ. അപ്പോൾ പറ്റുന്നത്ര പാട്ടുകൾ കേൾക്കുക, ഡൗട്ട് വരുന്ന സമയത്ത് അത് പാടി നോക്കുക, പാടിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ട് കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ജോൺറേഴ്സ് ഒരുപാടുണ്ട്. എനിക്ക് പൊതുവെ ഞാൻ കൂടുതൽ കേൾക്കുന്നതും പാടാനും ഒരുപാട് ഇഷ്ടം മെലഡിയാണ്. പക്ഷെ ഈ പറഞ്ഞതുമാതിരി ഫാസ്റ്റ് എല്ലാം ഞാൻ പാടാറുണ്ട്. ഒന്നിൽ മാത്രം നമുക്ക് അങ്ങനെ സ്റ്റക്ക് ആവാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഒരുപാട് കേൾക്കാനും അങ്ങനെ തന്നെ ഇഷ്ടമാണ്. ഓക്കെ അമൽ, അപ്പോ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ പാട്ടൊക്കെ കേട്ടിട്ട് സിനിമയിൽ നിന്നും എന്തെങ്കിലും ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നോ? മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതുമാതിരി തമിഴ് കൺകളേതു അങ്ങനെ കുറച്ച് പാട്ടുകൾ അവിടെ ഹിറ്റ് ആയിരുന്ന സമയത്ത് അവിടുന്ന് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത് അവിടെ നിന്നായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അതിന്. അപ്പൊ അവിടുന്ന് 1-2 കമ്പോസേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്പർ വാങ്ങുകയും അല്ലെങ്കിൽ എന്താ പറയാ റെക്കോർഡിംഗ് ഡേറ്റ് വരെ ഫിക്സ് ആയി. ചിലതൊക്കെ ഇപ്പോഴിങ്ങനെ നിൽക്കുന്നുണ്ട്, ചിലതൊക്കെ ഡേറ്റ് മാറിപ്പോവുക, എന്താ പറയാ പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെയൊക്കെ മാറിയൊക്കെ പോയിട്ടാണല്ലോ. ഇതുവരെ പറയാൻ പാകത്തിലൊന്നും അതുവരെ ആയിട്ടില്ല. എന്നാലും ആയില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഓക്കെ, ഇനിയിപ്പോ സ്റ്റേജ് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ എനിക്ക് പാട്ട് പാടണം, ആ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സിംഗർ ആരായിരിക്കും? സ്റ്റേജ് ഷെയർ ചെയ്യണം എന്നൊന്നും പാകത്തിന് ഞാൻ ഇതുവരെ അങ്ങനെ അത്ര വലിയ സിംഗേഴ്സിനൊന്നും എനിക്ക് വിചാരിക്കാനുള്ള ഇതുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. ഒരു ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്നിട്ടെങ്കിലും ഒരാളുടെ പാട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ SPB സാറായിരുന്നു. പക്ഷെ അത് ഇനി നടക്കാത്തൊരാഗ്രഹമാണ്. ഇപ്പോ പാട്ട് പാടുന്നത് ഒരു ഹോബി മാത്രമാണോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഇതിന്റെ ഒരു പാഷനായിട്ട് മാറും എന്ന് അമൽ വിചാരിക്കുന്നുണ്ടോ? അത് മാത്രമല്ല പാരലലി വേറെന്തെങ്കിലും ഹോബീസ്? ഇല്ല, ഹോബി എന്നുള്ളതല്ല. എനിക്ക് ചെറുപ്പത്തിൽ ഇതൊരു ഹോബി പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പാഷൻ എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കുഴപ്പമില്ലാത്തൊരു ഫ്യൂച്ചർ, ഇതുകൊണ്ട് ജീവിച്ചു പോകാൻ കഴിയും എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഏത് പ്രൊഫഷൻ നിന്നാലും അത് ക്വിറ്റ് ചെയ്ത് ഇതിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. അമൽ, ഏത് മൊമെന്റ് തൊട്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പാട്ട് പാടി വീഡിയോസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇപ്പോ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തണമെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ആക്ച്വലി ഞാനായിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്തിട്ട് തുടങ്ങിയതല്ല ഇൻസ്റ്റഗ്രാം. പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാം എനിക്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല ഒരു സമയത്ത്. ഒരു 2-2.5 വർഷമൊക്കെ മുമ്പ് ഞാൻ മഹാരാജാസില് PGക്ക് പോകുന്ന സമയത്ത് അവിടെ പ്രോഗ്രാമിനൊക്കെ പാടി, അവിടെ ക്ലാസ് നമ്മൾ ചേർന്ന് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ പ്രോഗ്രാമിനൊക്കെ ഞാൻ പാടുന്നുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളതും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതും എല്ലാം അറിയുന്നൊക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്ത് നോക്കൂ, നന്നാവും എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സംഭവം, അപ്പൊ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നിട്ട് ഞാനപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു, ഒരു അക്കൗണ്ട് ചുമ്മാ തുടങ്ങി. അങ്ങനെയാണ് ഒരു വീഡിയോ ഇട്ട് നോക്കുന്നത്, വെറുതെ ഇട്ട് നോക്കിയാണ്. അവരുടെ തന്നെ ആയിരുന്നു ഫുൾ ഹെൽപ്പ് ഒക്കെ, അത് ഷൂട്ട് ചെയ്തതും ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ഇടുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത്, ബേസിക് സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഫ്രണ്ട്സ് തന്നെയായിരുന്നു അന്ന്. അതിനുശേഷം പാട്ടുകളൊക്കെ പാടി ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്ത് എല്ലാ പാട്ടുകളും ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദിവസവും വീഡിയോസ് ഇടാറുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ? ദിവസം ഇടണം എന്ന് വിചാരിക്കും, പക്ഷെ പറ്റാറില്ല. ഈ പറഞ്ഞതുമാതിരി ക്ലാസിന്റെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും ബിസിയാവും. B.Ed കോഴ്സൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിലെങ്കിലും ഇടണം എന്ന് വിചാരിക്കും. ചിലപ്പോൾ അതും പറ്റാറില്ല. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തിടുന്ന സമയത്ത് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് പാട്ട് പാടുന്നത് കേട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, അങ്ങനെ കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഫാമിലിയിലുള്ള ആൾക്കാർ? പറയാറുണ്ട്. അത് ഫാമിലി എവിടെ പോയാലും ആള് എന്താ പറയാ ഇപ്പൊ എന്താ അല്ലെ എന്താണെന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ അടുത്ത വരുന്ന കണ്ടുകഴിഞ്ഞാൽ ആദ്യം വരുന്ന കമന്റുകളിലൊന്ന് ഏതെങ്കിലും പാട്ടിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും, റിലേറ്റീവ്സ് ആയാലും നാട്ടുകാരായാലും ഒക്കെ. ഓക്കെ, അപ്പോൾ അമൽ ഇനിയൊരു ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. ഞാൻ പറയുന്നില്ല, അത് അമലിന്റെ ചോയ്സ് ആണ്. ഓക്കെ, ട്രൈ ചെയ്യാം. ഇടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീലയെങ്കിലെന്നിലെ പ്രകാശമില്ലേ, മിഴിനീരു പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി, മനം പകുത്തു നൽകിടാ കുറുമ്പു കൊണ്ടു മൂടിടാ, അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമാ തുഴഞ്ഞകലെ പോയിടാം, എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ
ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതീരും വഴിയരികെ. അമൽ, ഇനി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോ സ്റ്റേജിൽ പാട്ട് പാടുന്നതും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ പാട്ട് പാടുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഏതിലാണ് അമൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ? സ്റ്റേജിൽ പാടാനായിട്ടാണോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പാടാനായിട്ടാണോ? ആൻഡ് ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്യാറുള്ളത്? രണ്ട് തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്ര ഓഡിയൻസ് ആണോ ഇപ്പോ ചെറുതായാലും വലുതായാലും അവരുടെ മുന്നിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു. അത് വിത്ത് ഓർക്കസ്ട്ര സ്റ്റേജിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ റിയാക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. ഒരു പാട്ട് നന്നായി കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് അതൊക്കെ അറിയാൻ പറ്റും. പോരാത്തതിന് ഇപ്പൊ റീലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പാട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഓക്കെ അല്ലേ നമുക്ക് റീടേക്ക് പോവാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയാ കെയർഫുൾ ആയി അത്രയും കോൺഷ്യസ് ആയിട്ട് ഇന്ന് പാടുന്നു. അത് കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ നന്നായിട്ട് അത് ഡെലിവർ ചെയ്ത് ഓഡിയൻസിന്റെ ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കരമാണ്. പക്ഷെ റീൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് റിപ്പീറ്റ് എടുക്കാൻ പറ്റുന്നു മാത്രമല്ല എപ്പോ വേണമെങ്കിലും അത് കേൾക്കാം, ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും കേൾക്കാം എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ വേൾഡ് വൈഡ്. അങ്ങനെയുള്ള അതാണ് പറഞ്ഞത് രണ്ടു തരം സന്തോഷമാണ്, രണ്ടും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഇഷ്ടമാണ്. ഇപ്പോ സ്റ്റേജിൽ പാട്ട് പാടാനായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? കാരണം ഇത്രയും ഓഡിയൻസിനെ നമ്മള് പിടിച്ചിരുത്തണമല്ലോ. ടെൻഷൻ ഇല്ല, ഏത് സ്റ്റേജിൽ പോകുമ്പോഴായാലും കുറച്ച് ടെൻഷൻ എന്തായാലും ഉണ്ടാവും. അതായത് നമുക്ക് ഒരു എന്താ പറയാ ആദ്യത്തെ ഒരു നമ്മുടെ സോങ് ആയാലും ആദ്യത്തെ ഒരു പാട്ട് നമ്മൾ രണ്ടുപേരെങ്കിലും പാടി ഒന്ന് ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ ആവുമ്പോഴുന്നത് വരെ ഒരു ടെൻഷൻ തന്നെയാണ്. അതായത് ഇവരിത് എങ്ങനെ എടുക്കും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമുക്ക് ഒരു പാട്ടേ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയൊരു ഷോ ആയിരിക്കും, നമ്മൾ മണിക്കൂറുകളോളം ഏതാണ്ട് സ്റ്റേജിൽ തന്നെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഓഡിയൻസിന് നമ്മളെ ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ നമ്മളെ മെനക്കെട്ടിട്ടും കാര്യമില്ല എന്ന് പറയുന്നൊരു സംഭവം. അപ്പൊ എങ്ങനെയായാലും ഏത് ഓഡിയൻസ് ആയാലും ചെറിയൊരു ടെൻഷൻ കാണും എന്തായാലും. അമൽ മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഫാമിലിയിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പറയാറുണ്ടോ വേറെ പ്രൊഫഷൻ ചൂസ് ചെയ്യണം, ഇത് മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ പോരാ, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് അച്ഛനോ അമ്മയോ പറയാറുണ്ടോ? അവർക്ക് മ്യൂസിക് എന്ന് പറയുന്നത് അത് പാഷനായിട്ട് കൊണ്ടുപോകുന്നതിൽ വിഷയം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇത് എത്രത്തോളം നമുക്ക് പെർമനന്റ് ആയിട്ടൊരു ജീവിതത്തിന്റെ ഒരു മാർഗമാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു പെർമനന്റ് ഇൻകം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോബാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ട് ഇതിലേക്ക് ട്രൈ ചെയ്യാം, എന്നിട്ട് ഇതിലൊരു ഫ്യൂച്ചർ ഉറപ്പായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റേത് ക്വിറ്റ് ചെയ്തോളൂ, ഇഷ്ടത്തിന് പൊക്കോളൂ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു പെർമനന്റ് ജോബ് ഏതെങ്കിലും നോർമൽ പാരന്റ്സ് ഒക്കെ പറയുന്ന പോലെ സേഫ് ആയിട്ടുള്ള ഇൻകം നോക്കിയിട്ടുള്ളത് മതി എന്നുള്ളത്. മതി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും. ഓക്കെ, അപ്പൊ ഒറ്റ മോനാണോ? അതെ. ഓക്കെ, ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് പാടിയിടുന്ന സമയത്ത് അതിന്റെ കമന്റ്സിലൊക്കെ വരാറുണ്ട്, ഇന്ന പാട്ട് പാടിയിടാമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോ സജഷൻസ് വരുന്ന പാട്ടുകള് പാടി ഇടാറുണ്ടോ? ട്രൈ ചെയ്യാറുണ്ടോ ആ ഒരു പാട്ട് പാടാനായിട്ട്? ട്രൈ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ സൗണ്ടിൽ അത് കേൾക്കണം എന്നുള്ള ആഗ്രഹമാണല്ലോ അവരത് പറയുന്നത്. അത് കേൾക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ കമന്റ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു എഫേർട്ടിനുള്ള ഒരു അവർ തരുന്ന ഒരു സ്നേഹമാണത്. നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞതുമാതിരി ഒരുപാട് പാട്ടുകൾ സജഷൻസ് വരും. അപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. അല്ലാതെ ചിലത് ഒരു സോങ് തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലാതെ അത് തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ഇടാൻ വേണ്ടി ഇപ്പോ ഇന്ന് വൈകുന്നേരം ഇടാൻ പോവുകയാണെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യാൻ പോകാന്നുള്ള പാട്ടുകൾ ഇങ്ങോട്ട് വന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാനും വിചാരിക്കും ഇത് കോയിൻസിഡൻസ് ആണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അമൽ ഇപ്പോ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വരികൾ എഴുതിയിട്ട് ഒരു പാട്ട് പാടണം എന്ന് തോന്നിയിട്ടുണ്ടോ? മ്യൂസിക് കമ്പോസിംഗ് എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം ഞാൻ ഒരുപാട് ഇതുവരെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ്. അതിനോട് പറ്റുമെന്ന് എനിക്ക് അറിയാത്തൊരു ഏരിയ ആണ്. പക്ഷെ ലിറിക്സ് ഒക്കെ ഞാൻ ഇച്ചിരിയൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ചില സോങ്ങുകളുടെ ഒക്കെ, പക്ഷെ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അത് പിന്നീട് റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, എന്റെ മാത്രമല്ല, അത് ഈ ഇൻസ്റ്റഗ്രാം വഴി തന്നെ ചില ആളുകള് ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ട് അവര് ചിലപ്പോൾ എന്നോട് പാടാൻ പറയുന്നതിനേക്കാളും ചില ആളുകൾ എന്നോട് വന്നിട്ട് ലിറിക് എഴുതുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഇതെന്താണോ എന്റെ പാട്ടാണല്ലോ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി ഷെയർ ചെയ്യുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് ലിറിക്സിന്റെ കാര്യം എന്നോട് ചോദിക്കുന്നു എന്നുള്ളത്. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ള 1-2 സാധനങ്ങൾ ഇപ്പോ വർക്കിങ്ങിന് നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോ പുറത്തു വരുന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും അങ്ങനെ. ഓക്കെ അമൽ, ഈ സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അമൽ പൊതുവേ ചെയ്യാറുള്ളത്? ഈ ഒരു സൗണ്ടിന്റെ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് പൊതുവെ എല്ലാവരും പറയാറുണ്ട് തണുത്ത സാധനങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല, നമ്മുടെ സൗണ്ടിനെ അത് ബാധിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോ സൗണ്ട് ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അമല് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? ഞാൻ അങ്ങനെ ഒരുപാട്
അതില് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞതുമാതിരി ഐസ്ക്രീം ഒക്കെ ഞാൻ ഒരു കാലത്ത് ഒട്ടും കഴിക്കാതിരുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശബ്ദം പോവും അങ്ങനെ വെച്ചിട്ടില്ല, എനിക്ക് ത്രോട്ടിൽ അപ്പൊ ചെറിയ വിഷയം വരുമായിരുന്നു തണുപ്പത് ഒരുപാട് കഴിക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നമ്മളെല്ലാരും യൂഷ്വൽ ഒരാൾ നോർമലായിട്ട് കഴിക്കുന്നത് പോലെ എങ്ങനെയാണോ അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള അത്രയും സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ ഒരുപാട് കഴിക്കാറില്ല. അല്ലെ അത് കഴിച്ചിട്ട് പാടാനൊക്കെ കയറുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ ഒരുപാട് ശബ്ദമിട്ട് വോയിസിന് സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ അത് മാത്രം അവോയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അമൽ ഇപ്പോ പാട്ട് പഠിക്കുന്നതിനെ പറ്റിയുള്ള അമലിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോ ശാസ്ത്രീയമായിട്ട് നമ്മൾ സംഗീതം പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണോ? അതായത് മ്യൂസിക്കില് താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പഠിക്കുന്നത് നല്ലതാണ്. അതായത് ആ എന്താണ് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ കൂടും. നമ്മളൊരു സംഭവത്തെ ലേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സംഭവത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ മാറാം. നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ സ്മൂത്ത് ആവാം. അതും എത്രത്തോളം നേരത്തെ പറ്റും. ഇപ്പൊ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ ചെറിയ പ്രായത്തില്, അതിൽ കാര്യമുണ്ട്. അതായത് അവര് വളർന്നു വരുന്ന ഒരു പ്രായത്തിൽ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അവരിലേക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെതും കൂടെ അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി അവർക്ക് അത് വലിയ ബേർഡൻ ഇല്ലാതെ ലൈഫിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇടയിൽ വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പഠിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും പഠിച്ചതുകൊണ്ട് മോശമൊന്നും വരാനുണ്ടാവില്ല. ഓക്കെ അമൽ, ഇനി പയ്യെ എന്ന സിനിമയിലെ ആ ഒരു പാട്ടും കൂടി ഒന്ന് പാടാമോ? ട്രൈ ചെയ്യാം. பாட்டு பாட்டு பாடாத பாட்டு, மழைதான் பாடுது கேட்காத பாட்டு, உன்னை என்ன சேர்த்து வச்ச மழைக்கு ஒரு சலாம் போடு, என்ன கொஞ்சம் காணலையே உனக்குள்ள தேடி பாரு, மந்திரம் போல இருக்கு புது தந்திரம் போல இருக்கு, வம்பரம் போல எனக்கு தல மத்தியில் சுத்ததுக்கு இருக்கு, தேவதை எங்கே என் தேவதை எங்கே, அது சந்தோஷமா ஆடுது இங்கே. ഓക്കെ, നല്ല രസമായിട്ട് പാടിട്ടോ. താങ്ക് യു. അമൽ, ഇപ്പോ പാട്ടുകൾ പാടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരാറുണ്ട്. അവർക്ക് അമലിന്റെ ഈ ഒരു ലൈഫിൽ നിന്നും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്ത് മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കാനായിട്ടുള്ളത്? മെസ്സേജ് കൊടുക്കാൻ പാകത്തിനൊന്നും നമ്മൾ ആരുമല്ല. എന്നാലും ചോദിച്ചതൊക്കെ ഇപ്പൊ പറയാനാണ് ഇൻസ്റ്റഗ്രാം എന്തായാലും നമ്മുടെ ഒരു എന്താ പറയാ താല്പര്യമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു കഴിവ്, പാടാനൊരു ടാലന്റ്, അതാണ് നമ്മൾ അതുവഴി ചെയ്യുന്നത്. അപ്പൊ അതിനെ മാക്സിമം ജെനുവിൻ ആയിട്ട് ചെയ്യുക, അതിനെ സിൻസിയർ ആയിട്ട് അപ്രോച്ച് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ ഒരു സംഭവത്തെ മാക്സിമം ജെനുവിൻ ആവുക. അപ്പൊ അത് നമ്മളോടും തിരിച്ച് അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. ഓക്കെ, ഇൻസ്റ്റഗ്രാമിനപ്പുറത്തേക്ക് ഒരു സ്റ്റുഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ പാട്ടുകളൊക്കെ പാടി ഒരു മ്യൂസിക് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മൈൻഡിലുണ്ടോ ഇപ്പോ ഭാവിയിലേക്ക്? അതൊക്കെ ഉറപ്പായിട്ടും ഉണ്ട്. അതായത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്കൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കണം. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ മെയിൻ സ്ട്രീം പോപ്പുലർ മൂവി അതിലേക്കൊക്കെ ട്രൈ ചെയ്യുന്ന രീതി എന്നെ കൊണ്ട് പറ്റുന്ന എന്താണോ ആ ഒരു മാക്സിമത്തിൽ ട്രൈ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ അമൽ, ഈ പാട്ട് പാടുന്ന സമയത്ത് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? പാട്ട് പാടുമ്പോൾ ചലഞ്ചിങ് ആയിട്ട് എന്താ പറയാ, എനിക്ക് ക്ലാസിക്കൽ ഒരുപാട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെയുള്ള പാട്ടുകൾ എന്ന് വെച്ചാൽ ഭയങ്കര സെമി ക്ലാസിക്കൽ അങ്ങനെയുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് ഈ പറഞ്ഞതുമാതിരി പ്രാക്ടീസിലൂടെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ പറ്റും. അതല്ലാതെ പാടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഈ ട്രാക്കൊക്കെ ഇട്ട് നമ്മൾ ഇൻഡോർ ഒക്കെ ആയിരിക്കും മിക്കവാറും കരോക്കെ ഇട്ടിട്ട് നമ്മൾ പാട്ടൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് നോയ്സ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നല്ല വൃത്തിയിലൊരു പാടി ഒരു നമ്മളൊരു ഓക്കെ ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു നോയ്സ് കയറി വരിക, എന്തെങ്കിലും ഒരു പ്രശ്നം കയറി വന്നാൽ അത് ഫുൾ പോകും. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് ഒന്നുകൂടെ എടുക്കണം പ്രീ ടേക്ക്. അപ്പോൾ ഇത് ചിലപ്പോൾ പറ്റാറുണ്ട്. മിക്കവാറും സിറ്റുവേഷനിൽ ഇത് പറ്റിയിട്ടുണ്ട്. മിക്കവാറും നല്ല പാട്ടുകൾക്കൊക്കെ ഒരുപാട് ടേക്കുകൾ പോയി ആ ഫൈനൽ ടേക്ക് ആയിരിക്കും കാണുന്നത്. സംഭവം നമ്മൾ പാടിയതിലൊക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഓക്കെ ആയിരിക്കില്ല. അമൽ, തമിഴ് പാട്ടുകൾ പാടാനായിട്ടാണോ അല്ലെങ്കിൽ മലയാളം പാട്ടുകൾ പാടാനായിട്ടാണോ കൂടുതലും കംഫർട്ടബിൾ? രണ്ടും ഇഷ്ടമാണ്. മലയാളം കുറച്ചുകൂടി ഈസിയാണ്, നമ്മുടെ മദർ ടങ് ആയതുകൊണ്ട് വാക്കുകളുടെ അർത്ഥം അറിയാം, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ തമിഴ് എനിക്ക് ഇഷ്ടമാണ്, എന്നെ എക്സൈറ്റ് ചെയ്യിക്കാറുണ്ട് തമിഴ് പാടുമ്പോൾ. തമിഴ് ഇപ്പോൾ ഒരു പാട്ട് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കത് എന്റെ സൗണ്ടിൽ അത് ഓക്കെ ആയിരിക്കും എന്നൊരു സാധനം തോന്നിക്കഴിഞ്ഞാൽ ആ പാട്ട് മാക്സിമം കേട്ട് അത് പഠിച്ച് ലിറിക്സ് തപ്പി അത് നോക്കും. പിന്നെ ഇച്ചിരി തമിഴ് അറിയാം, അതുകൊണ്ട് അറിയുന്ന രീതിയിൽ അതിന്റെ എന്താണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മാക്സിമം പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ. അമൽ, ഒരു പാട്ടിന്റെ ലിറിക്സ് നോക്കി പഠിക്കാനായിട്ട് പൊതുവെ എത്ര ടൈം എടുക്കാറുണ്ട്? പുതിയൊരു സോങ് എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സോങ് ആണെങ്കിൽ അത് പറയാൻ പറ്റില്ല.
നമ്മൾ ഫ്രീ ആണെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടൊക്കെ സെറ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ അത്യാവശ്യം അറിയുന്ന ഒരു സോങ് ആണെങ്കിൽ കുഴപ്പമില്ലാതെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ അറിയാം, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുള്ള സോങ് ആണെങ്കിൽ മതി, ഒരു ഹാഫ് ഡേ ഒക്കെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ അമൽ, ഇപ്പോ അമലിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പാടിയതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതായിരുന്നു? പാടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പാട്ട്, പാടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് വിഷയങ്ങൾ വന്നിട്ട് എനിക്ക് ഒരുപാട് ടേക്ക് പോയ പാട്ട് എനിക്ക് തോന്നുന്നു മഴനീർത്തുള്ളികൾ ഒരു സോങ് ഞാൻ ചെയ്തത്. അത് ഈ പറഞ്ഞത് മാതിരി ഞാൻ നല്ല വൃത്തിക്ക് പാടി വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, നോയ്സ് എന്ന് വെച്ചാൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് റോഡും കാര്യങ്ങളൊക്കെ, അപ്പൊ പ്രോപ്പർ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല. അപ്പൊ അവിടെ നിന്നിട്ട് നമ്മൾ പാടുന്ന സമയത്ത് റോഡ് വഴി ഒരു സാധനം ഏതെങ്കിലും വണ്ടി പാസ് ചെയ്ത് പോകും, അപ്പോൾ ഹോൺ അടിച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്ത് റീടേക്ക് വരുമ്പോഴേക്കും ആ വണ്ടി നേരെ തിരിച്ചിങ്ങോട്ടും പോവാം. അപ്പൊ അത് അടുത്തടേക്ക്, അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ വരെ നമ്മൾ നിന്ന് പാടിയിട്ടൊക്കെ ഉണ്ട്, മടുക്കും ശരിയാണ്, നിന്ന് മടുക്കും ചിലപ്പോൾ. പക്ഷെ എന്നാലും ഇത് ഓക്കെ ആവണമെന്ന് വിചാരിച്ചാൽ പിന്നെ അടുത്തടേക്ക് പിന്നെ പോകും. ഓക്കെ അമൽ, ലാസ്റ്റ് ആയിട്ട് ഉറുമിയിലെ ആ ഒരു പാട്ടും കൂടി ഒന്ന് പാടാമോ? അത് നോക്കട്ടെ, അത് ഈ പറഞ്ഞതുപോലെ ലിറിക്ക് തെറ്റൂന്ന് സംശയമുണ്ട്, നോക്കാം. ഓക്കെ. മുടിയിഴയുമൊരഴകേ തിരചിതറിയ മിഴിയിൽ രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ. വാവ്, നല്ല സൂപ്പർ ആയിട്ട് പാടിട്ടോ. ശരിക്കും പറഞ്ഞാൽ കരോക്കെ ഇല്ലാതെ കേട്ടിട്ട് തന്നെ ആ ഒരു പാട്ടിന്റെ ഫീല് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ അമൽ ആ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് പാടി തന്നതിന്. ഓക്കെ അമൽ, അപ്പൊ എന്തായാലും നമ്മുടെ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അമലിന്റെ പാട്ട് വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. അത് മാത്രമല്ല കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളും പാടി തന്നിരിക്കുകയാണ്. എനിവേ, ഇനിയും ഒരുപാട് പാട്ടുകൾ പാടി ഒരു പോപ്പുലർ ആയിട്ടുള്ള സിംഗർ ആകാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വിത്ത് us. താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.